you're my darling, you're my darling, darling, baby. You're my darling, you're my darling, you're my darling, darling, baby. You're my darling, you're my darling, you're my darling, darling, baby. You're my darling, you're my darling, you're my darling, darling, baby. You're my darling, you're my darling, you're my darling, darling, baby. You're my darling, you're my darling, you're my darling, darling, baby. എടാ നീ ഇത് എവിടെ പോയി കിടക്കോ? ഞാൻ ഇത് എന്തോരം നേരമായി ഇവിടെ നോക്കിക്കാൻ തുടങ്ങിയിട്ടെന്നറിയോ? അതിന് നീ ഇവിടെ എവിടെയാ? ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ. നീ ഇവിടെ ഉണ്ടെന്ന്? എടാ ഞാനിവിടെ തന്നെ ഉണ്ട്. എന്നിട്ട് നീ ഇത് എവിടെ പോയി നിൽക്കുന്ന? എടാ ഞാൻ ഈ ഓഫീസിന്റെ മെയിൻ ഡോറിന്റെ അടുത്ത് തന്നെ നിൽപ്പുണ്ട്. അത് ശരി, നീ അവിടെ നിൽക്കുവാണാ? ഞാൻ നിന്നെ നോക്കിയത് ഈ ഗേറ്റിന്റെ ഇവിടെ നിൽക്കുക. അത് ശരി, വെറുതെ അല്ല കാണാഞ്ഞ്. നീ അവിടെ ഈ കാലം ഇങ്ങോട്ട് കയറിയോടാ? ആ ഞാൻ അതേ വന്നു. അളിയോ എടാ എന്താണ് നിനക്ക് മൊത്തത്തിലൊരു മാറ്റം? ലുക്കായിട്ടുണ്ടല്ലേ? അതെ അതെ, യു ലുക്ക് സോ ഹാൻസം മാൻ. താങ്ക് യു. ഫസ്റ്റ് ഇന്റർവ്യൂ അല്ലേടാ? അപ്പൊ അതിന്റെയാണ് ഇതൊക്കെ. എന്തായാലും കൊള്ളാം. നിനക്ക് ടെൻഷനുണ്ടോ? ടെൻഷനൊക്കെ എന്തിനു? കിട്ടി പോയാ പോയി, അത്രയുള്ളൂ. എന്നാ വാ. അല്ലടാ, ഇവിടത്തെ സിഇഒ ആളെങ്ങനെയാ? സിഇഒ എങ്ങനെയാന്നൊക്കെ ചോദിച്ചാ ആളൊരു പാവ. പിന്നെ വർക്കിന്റെ കാര്യത്തില് നല്ല സ്ട്രിക്റ്റാ. പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് ചെയ്ത് തീർത്തില്ലെങ്കിൽ ആളിവിടെ കിടന്ന് നാഗവല്ലി കളിക്കും. ഓ, അപ്പൊ എന്റെ സിഇഒ ലേഡിയാണോ? അത് ശരി. അപ്പൊ നിനക്കിതൊന്നും അറിയില്ലേ? നീ ഇതൊന്നും അറിയാണ്ടാണ് ഇങ്ങോട്ട് മെയിൽ അയച്ചുകൊണ്ടിരുന്നത്? അതൊന്നും എനിക്ക് അറിയാൻ പാടില്ല, ഞാൻ നോക്കിയില്ല. കമ്പനി കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ മെയിൽ അയച്ചു, അത്രയുള്ളൂ. ബെസ്റ്റ്. 100 ആയിസ. ഇത് പറഞ്ഞു തീർന്നതേ ഉള്ളൂ. എടാ ഇത് അങ്ങോട്ട് നോക്കിക്കേ, ആ വരുന്ന കാർ കണ്ടോ? അതാണ് നമ്മുടെ സിഇഒയുടെ കാർ. ഇവളെന്താ ഇവിടെ? ഇവളാണ് ഇവിടത്തെ സിഇഒ. എന്റെ കാര്യത്തിൽ തീരുമാനമായി. അതെന്താ നീ അങ്ങനെ പറയണേ? നിനക്കറിയൂളെ? അതെന്താ നീ അങ്ങനെ വെച്ചേ? അല്ല നീ എന്നല്ലേ ഇപ്പൊ പറഞ്ഞു ഇവളെന്താ ഇവിടെ എന്റെ കാര്യത്തിൽ തീരുമാനമായിന്നൊക്കെ? അത് ഞാൻ എന്റെ മനസ്സിൽ പറഞ്ഞ കാര്യം നീ എങ്ങനെ കേട്ട്? ഇങ്ങനെ മനസ്സിൽ പറയുവാണെങ്കിൽ ആരും കേൾക്കത്തില്ല. നീ ഇത് പറ, നിനക്കെങ്ങനെ അവളെ അറിയാവുന്നേ? എടാ അതുണ്ടല്ലോ, എന്റെ സഞ്ജു, നിനക്ക് നാണാവത്തില്ലേ? ഒന്നില്ലെങ്കിലും കൊല്ലം കഴിഞ്ഞില്ലേ? ഇനിയെങ്കിലും നിനക്ക് ആ ഇഷ്ടം അങ്ങ് പറഞ്ഞൂടെ? എന്റെ പൊന്നാലുവി, അതങ്ങനെ പെട്ടെന്ന് നടക്കുന്ന കാര്യമൊന്നുമല്ല. പിന്നെ ഒരു ഇഷ്ടാന്ന് പറയാൻ വേണ്ടി എന്തുകൊണ്ട് ഞാൻ എത്ര കൊല്ലം കൊടുക്കണം? നിന്റെ സ്ഥാനത്ത് ഞാനെങ്ങാനാവണം ഇപ്പൊ കെട്ടും കഴിഞ്ഞൊരു കൊച്ചുവായാണ്. ഓ അങ്ങനെയാണോ? എന്നാ എന്റെ മോനെ ഒരു കാര്യം ചെയ്യ്, നീ ഒന്ന് പ്രപ്പോസ് ചെയ്ത് കാണിക്ക്.
അപ്പം ഞാൻ സമ്മതിക്കാം. ഞാൻ പ്രപ്പോസ് ചെയ്യും. എനിക്ക് അവളെ കളിക്കാനേ ഒരു കൊല്ലമൊന്നും വേണ്ട, ഒറ്റ ദിവസം മതി. ഞാൻ കാണിച്ചു തരാം. ഓ, ഒറ്റ ദിവസമൊക്കെ മതിയില്ലേ? അന്ന് നീ വളയ്ക്ക്, ഞാൻ ഒന്ന് കാണട്ടെ. ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് സെറ്റാക്കാന്ന്. എന്നാ നീ കാണിച്ചു തന്നേ. എന്നാ പിന്നെ നീ എന്നെ സെലക്ട് ചെയ്തോ. ഇവിടെ ഇപ്പോ കുറെ പേരുണ്ടല്ലോ, അതിന് നീ തന്നെ ഒരാളെ സെലക്ട് ചെയ്ത് പറ, ഞാൻ അവളെ വളച്ച് കാണിച്ചു തരാം. എന്നാ ഞാൻ ഇപ്പൊ പറയാം. ഇവിടെ ഇപ്പോ എടാ നീ അങ്ങോട്ട് നോക്കിക്ക്. ഫോട്ടോസ് എടുക്കണം പെൺകുട്ടീനെ കണ്ടോ? തുടികൊട്ടി മാമഴമേഘം തിരിയിട്ടുമായികയാമം ഇനി പോരാൻ താമസമെന്താണ്? സ്നേഹം തൊട്ടു തൊട്ടു വരുമോ? കനവിൽ മുട്ടി മുട്ടി നീ വരുമോ? നീ അവളെ പോയൊന്ന് വള ചെല്ലും. ഹലോ, എന്താ? I want to tell you something. I love you. എന്തോന്നാ? കേട്ടില്ല? I love you. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അത് പോടാക്ക. വലിയ കാര്യമുണ്ട് എനിക്ക്. ആവശ്യമില്ലാത്ത ഓരോന്ന് ഏറ്റോണ്ട് വരും. വെറുതെ അവിടെ മിണ്ടാണ്ടിരുന്നാ മതിയായിരുന്നു. ഇനി ഇതിനെ വളച്ചില്ലെങ്കിൽ അവൻ എന്നെ കളിയാക്കി കൊല്ലും. ഇനിയിപ്പോ ഞാൻ എങ്ങനെ ഒന്ന് വളയ്ക്കാം? മര്യാദക്ക് പറഞ്ഞപ്പോ അവളിതേ പോണു. ഇനിയിപ്പോ പുറകെ നടക്കാം. നടന്നല്ലേ പറ്റൂ. നിന്നെ ഞാൻ വളക്കൂടി മോളെ, അല്ലെങ്കിൽ എന്റെ ഇമേജ് കംപ്ലീറ്റ് ആയി പോകും. You're my darling, darling, baby. You're my darling, you're my darling, you're my darling, darling, baby. You're my darling, you're my darling, you're my darling, darling, baby. You're my darling, you're my darling, you're my darling, darling, baby. You're my darling, you're my darling, you're my darling, darling, baby. You're my darling, you're my darling, you're my darling, darling, baby. എങ്ങനെയാടാ, എങ്ങനെ നിന്നെ കൊണ്ട് സാധിക്കുന്നു ഇങ്ങനെയൊക്കെ? ഇത്ര പെട്ടെന്ന് ആ കുട്ടിയെ നീ വളച്ചെടുക്കുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അയ്യോ, എനിക്ക് വയ്യ. നിന്റെ കവളൊക്കെ വല്ലാണ്ട് ചുവന്നിരിക്കുന്നു. നീ എന്തിനിങ്ങനെ ബ്ലഷ് അടിക്കുന്നേ? അവളാണോ ഇവള്? അതെ. എന്നാ എന്റെ ഓൾ ദ ബെസ്റ്റ് അളിയ, ഓൾ ദ ബെസ്റ്റ്. നീ തീർന്നട മോനെ, നീ തീർന്ന്. ഇന്നത്തെയും കൊണ്ട് നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. ഏത് നേരത്താണോ? ഇനിയിപ്പ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വാ എന്തായാലും. എടാ മാം വിളിക്കുന്നുണ്ട്, ചെല്ല്. എടാ എനിക്ക് പേടിയാവണം. എടാ നീ ഇവിടെ നിന്ന് നീ ടൈം കളയല്ലോ ഓരോന്ന് പറഞ്ഞ. നീ അങ്ങോട്ട് ചെന്നേ, അല്ലെങ്കിൽ ഇനി അടുത്ത് എനിക്ക് കിട്ടും. ചെല്ല്. May I come in? Yes, coming. Okay, you selected. ഇവക്കിത് എന്നെ മനസ്സിലായില്ലേ? എന്നെ സെലക്ട് ചെയ്തെന്നൊക്കെ. ഇനി എന്നെ മറക്കാനും മാത്രം
അങ്ങനെ പെട്ടെന്നൊന്നും മറക്കത്തില്ലല്ലോ. അല്ല എന്നാലും ഒക്കെ ഇതെന്താ പറ്റി? ഹലോ. യെസ് മാം. അപ്പോൾ ആൽവി തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നത് എൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റ് ആയിട്ടാണ്. തനിക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വിഷയോട് ചോദിച്ച് എല്ലാം ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ എന്നോട് തന്നെ ചോദിക്കാൻ ഞാൻ എല്ലാം പറഞ്ഞു തരാം. വേറെ ഫോർമാലിറ്റീസ് ഒന്നുമില്ല. തനിക്ക് നാളെ തൊട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ വേറെ ഒന്നുമില്ല. യു ക്യാൻ ഗോ നൗ. താങ്ക് യു മാം. വെൽക്കം. എടാ എന്തായി? എടാ അവൾ എന്നെ സെലക്ട് ചെയ്ത് അങ്ങനെ വരാൻ വഴിയൊന്നുമില്ലല്ലോ. അല്ല എന്താ പറഞ്ഞ നീ പറ. എന്നാലും എന്ത് പറ്റിയാവോ? സാധാരണ ഇങ്ങനെ കൂളായിട്ടൊന്നും സംസാരിക്കുന്നതല്ല. എന്താ പറ്റിയെന്തോ? എന്തായാലും നിന്റെ ലക്കെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ എങ്ങനെയാ നാട്ടിൽ ജോയിൻ ചെയ്യല്ലേ? പിന്നല്ലാതെ. അങ്ങനെ 3 മാസം കടന്നുപോയി. ഈ ഒരു സമയം കൊണ്ട് ആൽവിക്ക് ജോനോട് ഒരു ഫീലിങ്സ് ഒക്കെ തോന്നി തുടങ്ങി കേട്ടോ. അന്ന് സഞ്ജു പറഞ്ഞിട്ട് പോയി പ്രപ്പോസ് ചെയ്തതാണെങ്കിലും ഇപ്പൊ അങ്ങനെയല്ല. സീരിയസ് ആയിട്ടും ജോനെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ചെക്കൻ ഓഫീസിൽ വന്നത്. അതുകൊണ്ട് ലീവ് കൂടി എടുക്കാറില്ല. ആൽവി നീ മാമിനെ എവിടെയെങ്കിലും കണ്ടോ? ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. ഒരു ക്ലയന്റ് വന്നിട്ടുണ്ട് മാമിനെ കാണണം എന്ന് പറഞ്ഞ്. ഞാനാണെങ്കിൽ കാണാത്തോണ്ട് അവരെ മീറ്റിംഗ് റൂമിൽ ഇരുത്തേക്കുവാ. എടാ ഇല്ല, ക്യാബിനില്ലേ? ഇല്ല, ഞാൻ നോക്കി കണ്ടില്ല. എടാ നിനക്കൊന്ന് വിളിച്ചു നോക്കാറുന്നില്ലേ? എടാ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. എന്നാ ഞാനൊന്ന് നോക്കട്ടെ. അഥവാ നീ കാണുവാണെങ്കിൽ ഞാൻ പറഞ്ഞേക്കാം. ആടാ ഓക്കെ. ഇവിടെ ഇല്ലല്ലോ ഇവളത് എങ്ങോട്ടാ പോയേ? വെയിറ്റ്, അവിടെ ഫോണിലേക്കൊന്ന് വിളിച്ചു നോക്കാം. അത് ശരി, ഫോൺ ഇവിടെ വെച്ചിട്ട് ഇവളിത് എങ്ങോട്ടാ പോയേ? പണ്ണി, ഇത് എന്റെ ഫോട്ടോ ഇല്ലേ? ഇത് ഞാൻ തന്നെയാണത്. ഒന്നുകൂടെ വിളിച്ചു നോക്കട്ടെ. അതെ, ഞാൻ വിളിക്കുമ്പോ അതായത് ഞാൻ തന്നെ. അപ്പോ അവൾക്ക് എന്നെ ഇഷ്ടമാണോ? ഇവളുടെ ഫോൺ ലോക്കല്ലല്ലോ. ഒരാളുടെ ഫോണൊക്കെ നോക്കുന്നത് മോശം പരിപാടിയാണ്. എന്നാലും ചുമ്മാ നോക്കിയേക്കാം. അച്ചടാ, എന്റെ രസം അവിടെ കാണാൻ. ബട്ട് ഫോട്ടോനേക്കാളൊക്കെ നേരിട്ട് കാണാൻ തന്നെ കേട്ടോ. അല്ല, ഇതെന്റെ ഫോട്ടോസ് അല്ലേ? ഇതെന്തോരൊക്കെ എടുത്തതാണ്. ഇത് മൊത്തം ഞാനാണല്ലോ. അപ്പൊ ഞാനറിയാൻ എന്റെ ഫോട്ടോ ഒക്കെ നേർക്കുന്നുണ്ടല്ലേ? ശരിയാക്കി തരാം. ആൽവി, താൻ എന്താ ഇവിടെ ചെയ്യുന്നത്? അതെന്റെ ഫോണല്ലേ? താൻ എന്തൊന്നും അതിൽ കാണിക്കണേ? എന്നാ തന്നെ ഇങ്ങോട്ട്. ഫോണൊക്കെ ഞാൻ തരാം. അതിനു മുമ്പ് എനിക്ക് ഒരു കാര്യം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. തന്റെ ഫോണിൽ എങ്ങനെയാ എന്റെ ഫോട്ടോസ് വന്നത്? അത് എന്തെങ്കിലും വെരിഫിക്കേഷന് വേണ്ടിയിട്ട് വിഷു അയച്ചതായിരിക്കും. ഓക്കെ, അങ്ങനെയെങ്കിൽ 1-2 ഫോട്ടോയില് കാണൂ. ഇത് എത്ര ഫോട്ടോയാ? എന്റെ അനുവാദം ഇല്ലാതെ എന്റെ ഫോട്ടോസ് എടുക്കാനുള്ള റൈറ്റ്സ് തനിക്ക് ആരാ തന്നെ? ഞാനോ? ഞാനെന്തിനാ തന്റെ ഫോട്ടോസ് ഒക്കെ എടുക്കണം? എന്നാ അതൊക്കെ വിട്. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഈ സിഒ എന്ന് പറയുന്ന ആള് അവിടെ സെക്രട്ടറി, PA ഇവിടെയൊക്കെ നമ്പർ എന്നൊന്നും പറഞ്ഞാൽ സേവ് ചെയ്യുക. സാധാരണ എന്താ അവിടെ നെയിം വെച്ചിട്ട്, അല്ലെങ്കിൽ ജസ്റ്റ് സെക്രട്ടറി, PA അങ്ങനെയൊക്കെയല്ലേ സേവ് ചെയ്യുക. ഇതെന്നാ ബണ്ണി എന്നൊക്കെ പറഞ്ഞ് താൻ സേവ് ചെയ്ത് വെച്ചാണ്. കൂടെ ഫോട്ടോയും ഉണ്ടല്ലോ, അതെന്നാ അങ്ങനെ? അതെന്നാന്ന് വെച്ചാ അത് ആക്ച്വലി അത് പിന്നെ കുന്തം. ഇത്രയൊക്കെ കണ്ടിട്ട് നിനക്കൊന്നും മനസ്സിലായില്ലെങ്കിൽ നീ ഒന്നും മനസ്സിലാക്കണ്ട. ജോ, സീരിയസ്ലി എന്നെ ഇഷ്ടമാണോ? അല്ല. അല്ലേ? അല്ലെന്ന്. അല്ല? ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറ. ഞാനെന്ത് പറയാനാ? ഇനി നീയായിട്ട് പറയാൻ നിൽക്കണ്ട, ഞാനായിട്ടത് ഉറപ്പിച്ചോളാം. Love you. നീ എന്തോന്ന് നീ ചിരിക്കാതെ? അതെങ്കിലും ഒന്ന് തിരിച്ചു പാടി. Love you too.
എടി പിന്നെ നിനക്ക് എപ്പം മുതലാ എന്നോട് ഇഷ്ടം തോന്നി തുടങ്ങിയ? നിനക്കൊരു ജൂണിനറിയോ? ജൂണോ? ആ ആ എനിക്കറിയാം. എന്നാ പറ, ആരത്? എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, സഞ്ജു എന്നാ പേര്. അവൻ കുറേ നാളായിട്ട് ഒരു കുട്ടിയുടെ പുറകെ നടക്കുക. ആ കുട്ടിയുടെ പേരാണ് ജൂൺ. ഇതുവരെ മൈൻഡൊന്നും ചെയ്തിട്ടില്ല. എന്നാലേ ആ കുട്ടി എന്റെ ചേച്ചിയാ. സീരിയസ് ആയിട്ടും? അവള് നിന്റെ സിസ്റ്ററാ? അതേനെ, അവള് വഴിയാ എനിക്ക് തന്നെ പരിചയം. ഇങ്ങനെ അതിന് ഞാനും അവളിതുവരെ ഒന്നും സംസാരിച്ചിട്ട് കൂടി ഇല്ലല്ലോ. കുഞ്ഞു, നീ അവിടെ എന്തെടുക്കുക? ഒന്ന് വേഗം വാടി. എന്ത് വാടി, നിനക്ക് മനുഷ്യന്ന് റെഡി ആവാനും സമ്മതിക്കത്തില്ലേ? ഇതൊക്കെ മതി. എന്തോരം നേരായെന്നറിയാമോ നീ പോയിട്ട്? ഇങ്ങോട്ട് വന്നേ നീ ഇങ്ങോട്ട്. എങ്ങോട്ട് എന്റെ മക്കള് രണ്ടും രാവിലെ തന്നെ? പ്രത്യേകിച്ച് എങ്ങോട്ടില്ല മമ്മി, ഈ പാർക്ക് വരെ ഒന്ന് പോവാന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞു, രണ്ടും കൂടി ഏത് ചെക്കനെ കാണാനാടി പോണത്? ചെക്കനോ? ഏത് ചെക്കൻ? ഞങ്ങൾക്കൊരു ചെക്കനെ അറിയാൻ പാടില്ല. അച്ഛോ പാവം. ദേ, എന്നോട് കള്ളം പറയാൻ നോക്കണ്ടട്ടോ. മര്യാദക്ക് പറഞ്ഞോ, ഇല്ലെങ്കിൽ രണ്ടും ഇവിടെ നിന്ന് ഇറങ്ങൂല. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ അവൻ സീരിയസ് ആവാൻ എനിക്ക് തോന്നുന്നത്. എനിക്ക് അങ്ങനെ തന്നെ മമ്മി തോന്നുന്നത്. ഞാൻ അവളോട് പറഞ്ഞത് അത്. എന്തായാലും ചെല്ല്, രണ്ടും പോയിട്ട് പോ. പിന്നെ വൈകിട്ട് വരെ അവിടെ എങ്ങാനും കറങ്ങി തിരിഞ്ഞ് നടന്നേക്കരുത്. വേഗം വീട്ടിലേക്ക് വരാൻ നോക്കിക്കോണം, കേട്ടല്ലോ? ചെല്ലണ നമുക്ക് ഇറങ്ങാം. അല്ല, നിങ്ങൾ എങ്ങോട്ടോ? എന്നാ ചെല്ല്, പിന്നെ ഞാനും മമ്മി ഇറങ്ങും കേട്ടോ. അല്ല പപ്പയ്ക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ലേ? അല്ല, ഞാനിപ്പോ പ്രത്യേകിച്ച് എന്ത് പറയാനാ? മത്തം കുത്തിയാ കുമ്പളം മുളയ്ക്കോ? ഇല്ലല്ലോ. എന്റെ മക്കൾ രണ്ടും ഇതിന്റെ കുപ്പിയാന്ന് എനിക്ക് പണ്ടേ അറിയായിരുന്നു. ഇവള് കുറെ നാളെ എന്നെ നടത്തിച്ചു, ഇപ്പൊ നിങ്ങൾ ആ ചെക്കനെ നടത്തിക്കുന്നു. വലിയ വ്യത്യാസമൊന്നും ഇല്ല. എന്തായാലും എന്റെ മക്കള് പോയിട്ട് വാ. കുഞ്ഞ, അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ അതിന് നീ എല്ലാം ചെയ്യണം കേട്ടോ. അവൻ എന്നെ വാച്ച് ചെയ്യുമ്പോൾ നീ അവനെ വാച്ച് ചെയ്തോളണം, കേട്ടല്ലോ? പിന്നെ നീ അവന്റെ രണ്ടൊന്ന് ഫോട്ടോസ് ഒക്കെ എടുത്തോളണേ. പിന്നെ നീ ഒന്ന് പോയവാവേ. ഒരാളുടെ അനുവാദം ഇല്ലാണ്ടും അയാളുടെ ഫോട്ടോ ഒന്നും എടുക്കാൻ പാടില്ല. നീ ഒന്ന് പോയേ. എന്തോ കുഞ്ഞ, അറ്റ്ലീസ്റ്റ് ഒരു ഫോട്ടോ ഇങ്ങനെ നീ എടുക്കുവോ പ്ലീസ് അടി? ശരി, ഞാൻ എടുക്കാം. എന്നാതെ അവനിപ്പോ വരണ സമയമായിട്ടുണ്ടാവും. നീ ചെല്ല്, നീ അവിടെ എങ്ങാനും പോയി നിൽക്കുക. ചെല്ലപ്പോ. എന്നെ ഓടിച്ചു കൊണ്ടാ വേണ്ടാ തോന്നുന്നു, ഇവിടെ എന്തൊക്കെയോ നടക്കുന്നു. അവൻ വരുമ്പോ മൈൻഡ് ചെയ്യാണ്ടിരിക്കാനല്ലേ നീ എന്നെ ഓടിച്ചു വന്നത്. ഇതെവിടെ കാണില്ലല്ലോ? ഇതെവിടെ പോയി കിടക്കാണ് ഇവളുടെ ചക്കൻ? വരുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. അവളുടെ അടുത്തേക്കാണല്ലോ വന്നത്. അവൻ തന്നെ. കൊള്ളാലേ, കൊള്ളാം. ഒരു ഫോട്ടോ എടുത്ത് വെച്ചേക്കാം. അവളെന്തായാലും പറഞ്ഞതല്ലേ. സഞ്ജു, ഞാൻ അവിടെ നിൽക്കാവേ. അയ്യോ എന്റെ കർത്താവേ, എന്ത് രസം അവനെ കാണാൻ. ഒരു പന്നിക്കുട്ടനെ പോലെ ഉണ്ട്. കുഞ്ഞ, എന്തായി? ഫോട്ടോ എടുത്തോ? എടുത്തു. എവിടെ നോക്കട്ടെ. എന്താ വാവേ നീ ഇങ്ങനെ നോക്കുന്നേ? ഒരാള് പെർമിഷൻ ഇല്ലാതെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പാടില്ല അല്ലേ? എന്തുവാടി കുഞ്ഞ നീ കാട്ടി വെച്ചേക്കുന്ന? നിന്നോട് അവന്റെ ഒരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞപ്പോ നിനക്ക് പറ്റത്തില്ല. നീ എന്നിട്ട് എടുത്തു വെച്ചാണ് ഒരു ഫോട്ടോ, അവന്റെ കൂട്ടുകാരന്റെ ഫോട്ടോ. നീ ഇത് എന്തുവരെ എടുത്ത് കൂട്ടി വെച്ചാണ്? മര്യാദക്ക് നീ സത്യം പറഞ്ഞോ, എന്താ ഇത്? അത് പിന്നെ ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയും. ശരിക്കും നിനക്ക് ഇത്ര പെട്ടെന്ന് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഒക്കെ അടിച്ച? എടി, അതാണ് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റിന്റെ പ്രത്യേകത. അവനെ കണ്ട സെക്കൻഡിൽ ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഇനി ലൈഫ് ലോങ് അവൻ എൻ്റെ കൂടെ ആയിരിക്കും. എന്നാ ഇനി വൈകിപ്പിക്കണ്ട, നാളെ തന്നെ പറ. അത് വേണ്ട, നമ്മളെന്തായാലും വന്നത് നിന്റെ കാര്യത്തിന് വേണ്ടിയല്ലേ, അതാദ്യം നടക്കട്ടെ. എന്റേത് സമയമുണ്ടല്ലോ. എന്നിട്ടാണോടി നീ അന്ന് എന്നെ പിടിച്ചടിച്ചത്? നിന്നോടാരെ പറഞ്ഞെന്റെ കൈ കയറി പിടിക്കാൻ?
എടി അത് പിന്നെ നീ എന്നെ മൈൻഡ് ചെയ്യാതെ പോയപ്പോ നിക്കാൻ വേണ്ടിയിട്ടല്ലേ എടി പിടിച്ചത് എന്ന് പറഞ്ഞ് അടിക്കണമായിരുന്നോ? അത് പിന്നെ എനിക്കപ്പം നിന്നെ അടിക്കാൻ തോന്നി, അതുകൊണ്ട് ഞാൻ അടിച്ചു. എന്നാ എനിക്കിപ്പോ പലതും ചെയ്യാൻ തോന്നുന്നുണ്ട്, ചെയ്യട്ടെ? ആൽവി, എന്തോന്നാണത്? ഇത് ഓഫീസാണ്. നീ അപ്പോ ഓഫീസല്ലായിരുന്നെങ്കിൽ നീ ഓക്കെ ആയിരുന്നല്ലേ? പോടാ പട്ടി. എടി അപ്പോ ജൂണിനും അവന് ഇഷ്ടമാണല്ലേ? ആ, അവൾക്കും ഇഷ്ടം. അവളൊന്ന് പറയാന്ന് പറഞ്ഞിട്ടുണ്ട് അവനോട്. ആണോ? അതെ ഡാഡാ, നീ പോയി. നീ ഇതിപ്പോ എത്ര നേരമായി ഇവിടെ തന്നെ? ചില പോ. എന്തു അടിച്ചോ, കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. ആൽവി, നീ കളിക്കാണ്ടൊന്ന് പോയി. നീ ഇതിപ്പോ എത്ര നേരമായെന്നറിയോ? ചിറ്റി പോ. മേ കമിൻ. അയ്യോ സോറി, ഞാൻ പിന്നെ വരാം. അയ്യോ, വിശ്വ കണ്ട് അവനിപ്പോ എന്ത് വിചാരിച്ചിട്ടുണ്ടാവും? അവനെന്ത് വിചാരിക്കാൻ? അവനറിയാം എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഈശ, എന്നാ വാ നമുക്ക് ഒരുമിച്ച് പോകാം. ഇല്ലടാ, നിങ്ങൾ പൊക്കോ, എനിക്കൊരുത്തനെ പൊക്കാനുണ്ട്. എന്നാ ആയിക്കോട്ടെ, ഞങ്ങൾ പോവാണേ. ആടാ, ശരി. എന്താടോ, തനിക്ക് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ താനൊന്നും മിണ്ടണില്ല? ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. ഐ എം റിയലി സോറി. തന്നെ ഞാൻ മൈൻഡ് ചെയ്യാത്തതിനും ഒരുപാട് എൻ്റെ പുറകെ നടത്തിച്ച് എല്ലാത്തിനും ഐ എം റിയലി സോറി. എന്താടി, എന്താ നിനക്ക് പറ്റിയേ? സഞ്ജു, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ആ ഇഷ്ടം ഉള്ളിൽ വെച്ചിട്ടും ഞാൻ നിന്നെ മൈൻഡ് ചെയ്യാതിരുന്നതാ. ഐ എം റിയലി സോറിടാ. അപ്പോ അപ്പൊ നിനക്കെന്നെ ഇഷ്ടാണോ? എടി ചിരിക്കാതെ പറ. ആടാ, എനിക്ക് നിന്നെ ഇഷ്ടാണ് സഞ്ജു. സോറി പെട്ടെന്നുള്ള ആവേശത്തില്. 내 혈관을 full of switch 거치대는 손들이 희미하게 사라져갔지 양열 같은 이 days 오히려 그게 좋아 난 ഇതിന്റെ എടുക്കുന്ന ആ ചെറുക്കനെ ഞാൻ എവിടെന്നാന്ന് വെച്ചാൽ കണ്ടുപിടിക്കുക. കണ്ട അതേ കണന്ന് തുള്ളണവൻ. ഇവനോട് ഞാൻ എന്തെന്നാ പറഞ്ഞേ? മര്യാദക്ക് ഓഫീസിൽ എന്നെ പിക്ക് ചെയ്യാൻ വരാൻ പറഞ്ഞവനാ. അവൻ ഇവിടെ കിടന്ന് തുള്ളണം. കാണിച്ചടാ, എന്റെ 2 കാല് ഞാൻ തല്ലി പിടിച്ച് വീട്ടിലിടും. നോക്കിക്കോ. Let me be your man I wanna hold your hand and take you to your fantasy When I look into your eyes you make me realize that baby you're the only one for me അങ്ങോട്ട് വാട കോഴിക്കുഞ്ഞ് നീയ. വിജു, നീ എന്താടാ ഇവിടെ? നിന്നോട് ഞാൻ എന്തെന്നാ പറഞ്ഞത്? എടാ അത് പിന്നെ ഞാനത് മറന്നുപോയി. ആ, നീ മറക്കും. നിനക്ക് ഇവിടെ കിടന്ന് തുള്ളാനൊന്നും ഒരു കുഴപ്പമില്ലല്ലോ. എടാ വിജു. അവൻ്റെ ഒരു വിജു വീട് ചെല്ലട്ടേട്ടാ. ഒരു കാര്യം പറഞ്ഞ അവൻ കേൾക്കത്തില്ല. കാണിച്ചു തരാതെ എനിക്ക് ചെന്ന്. ഇതാർക്ക കാർ എവിടെ പാർക്ക് ചെയ്തേക്കുന്നേ? ഞാൻ കാറൊന്നും എടുത്തില്ല, ഞാൻ ചെറിയുടെ കൂടെ വന്ന്. ഓ, ഇതിപ്പോ എങ്ങനെ ഒന്ന് വീട്ടിലെത്തിക്കാം. ക്യാബ് വിളിക്കാന്ന. എന്താ ക്യാബൊന്നും വിളിക്കണ്ട വിജു, നീ എന്നെ എടുത്താ മതി. പിന്നെടാ, എടുക്കാനായിട്ട് നീ കൊച്ചു കുഞ്ഞല്ലേ. വിജു, നീ എന്നെ മര്യാദക്ക് എടുത്തോ, അല്ലെങ്കിൽ ഞാൻ അവിടെ കിടന്ന് കരയും. വിജു, നീ എന്നെ എടുത്താ മതി. വിജു കിടന്ന് മോങ്ങണ്ട, ഞാൻ എടുക്കാൻ പോരെ. അപ്പൊ എന്റെ വിജുവിന് എന്നോട് സ്നേഹമൊക്കെ ഉണ്ട്. വിജു, ഫേറ്റ് ഉണ്ടോടാ? ഇല്ലടാ, നല്ല സുഖ.
എന്നാ പിന്നെ എന്തോന്ന് നീ പയ്യെ ഇറങ്ങണം, അങ്ങനെ വേഗം നടന്നൂടെ? ഇത് ചക്ക മിണ്ടാണ്ട് അവിടെ വായടിച്ചിരുന്നു, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇട്ടിട്ട് ഞാൻ എൻ്റെ പടുക്കി പൂട്ടോ. അയ്യോ എൻ്റെ വിച്ചു വലിപ്പായി. വിച്ചോ ഐ ലവ് യു വിച്ചോ. വിച്ചുനെ കേട്ടില്ല ഞാൻ പറഞ്ഞ? വിച്ചോ ഐ ലവ് യു എന്നാ. ആ ഞാൻ കേട്ടു. എന്നാ വിച്ചു നീ തിരിച്ചു പറയാത്ത? ഐ ലവ് യു ടു. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഞാൻ വിചാരിച്ചു നീ മറന്നെന്ന്. അങ്ങനെ എനിക്ക് മറക്കാൻ പറ്റുമോ? നിനക്ക് സർപ്രൈസ് തരാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ നിന്നെ പിക്ക് ചെയ്യാൻ വരാണ്ടിരുന്നെ. പിന്നെ ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ലവ് യു സോ മച്ച്. ലവ് യു ടു വിച്ചു. എന്നാ വാ കേക്കട്ടെ. ആ വന്നാ? എന്താ പറ്റിയെന്ന്? ലേറ്റ് ആയല്ലോ. അത് ഒരാളെ മീറ്റ് ചെയ്യാനുണ്ടായി, അതാ ലേറ്റ് ആയി. പിന്നെ കുഞ്ഞവിടെ? കുഞ്ഞ് അതിൻ്റെ കാര്യമൊന്നും പറയാതിരിക്കാ ഭേദം. നിങ്ങൾ അറിഞ്ഞ മനീഷ ഇന്ന് സ്കൂളിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായി. സ്കൂളിനോ? എന്തിനാ? ആ അവിടെ കിടന്ന് അടിയുണ്ടാക്കിയിട്ട്. അവിടെ മാത്രമല്ല കൂടെ 2 ആലും ഉണ്ടായിരുന്നു. നന്ദൂട്ടാ എന്താ പപ്പ കേക്കുന്നേ? നീ നടിയുണ്ടാക്കിയ സ്കൂളിൽ കിടന്ന്? ചെറുതായിട്ട് മോട്ടേന്ന് വിരിഞ്ഞിട്ടില്ല 3. ഇപ്പോഴേ തുടങ്ങി അടി ഉണ്ടാക്കല്. സ്കൂളിൽ പോയി തുടങ്ങിയതേ ഉള്ളൂ. ഞങ്ങൾ വലുതായി കഴിയുമ്പോ എന്തായിരിക്കും 3 കൂടി ഒപ്പിച്ചു വെക്കാൻ പോണത്? ചുമ്മാതിന്നേ. പിന്നെ എന്റെ കൊച്ചവന് ആവശ്യമായിട്ട് വഴക്കൊന്നും ഉണ്ടാക്കൂല അല്ലേ പാ? അല്ലെങ്കിൽ നിങ്ങളല്ലാതെ ഞങ്ങൾക്ക് വളം വെച്ച് കൊടുക്കണത്. മമ്മി അങ്ങനെ പലതും പറയുന്നീ, അതൊന്നും കാര്യാക്കണ്ട. അയ്യോ പപ്പ, മമ്മി പോയി. നന്ദുട്ടിനെ ഇവിടെ ഇരിക്കുക. അപ്പൊ ഇപ്പൊ വരാട്ടോ. പപ്പ എനിക്ക് ഫോൺ തരോ? ഫോണൊക്കെ തരാം, പക്ഷെ കുറച്ചു കഴിയുമ്പോ പപ്പ മേടിക്കൂട്ടോ. എപ്പോഴും ഫോണിൽ കളിക്കാൻ കൊള്ളൂല. ആ പപ്പ. നിങ്ങൾ എന്തോ കാണിക്കണേ? നന്ദൂട്ടൻ ഇപ്പൊ വരൂട്ടോ. നന്ദുട്ടനൊന്നും ഇങ്ങോട്ട് വരത്തില്ല. എന്നാ പറ്റി എന്റെ കൊച്ചിനെ? എടി ഇതൊന്നും സീരിയസ് ആക്കി എടുക്കാണ്ടടി, അതൊന്നും സാരല്ല. അതെനിക്ക് അറിയാച്ചായ. പിന്നെ ഞാനത് ചുമ്മാ പറഞ്ഞതല്ലേ. അത് വേറൊന്നും കൊണ്ടല്ല, എല്ലാത്തിനും സപ്പോർട്ട് ചെയ്താ പിന്നെ അപ്പോൾ ചെറിയൊരു പേടി വേണ്ടേ, അതിന് പറഞ്ഞതാ. അതെ എന്നെ ഒന്ന് വിട്ടേ. ചെല്ല് പോയി ഫ്രഷ് ആയിട്ട് വാ, ഫുഡ് കഴിക്കാം. ഞാൻ പോയിട്ട് വരാം. നിന്നെ പോലത്തെ ഒരു കൊച്ചിനെ എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോ നിന്റെ അതേ കോപ്പി പേസ്റ്റ് തന്നെ ആയിട്ട് ഒരെണ്ണത്തെ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സത്യം പറഞ്ഞു. എന്താണ്ടായിരുന്നു സ്കൂളില്? ഒന്നുമില്ലാഞ്ഞിട്ടാണോടാ നിന്റെ ടീച്ചറിന് എന്നെ വിളിച്ചത്? 3 സ്കൂളിൽ പോയി തുടങ്ങിയിട്ടുള്ളൂ, അപ്പേക്കും തുടങ്ങി അടി വഴക്കെന്നൊക്കെ പറഞ്ഞു. നീയൊക്കെ കോളേജിലായി കഴിയുമ്പോ പിന്നെ ഞാൻ എന്തൊക്കെ ഉണ്ടാക്കും എന്തോ. അതൊക്കെ അപ്പോഴത്തെ കാര്യല്ലേ, അതൊക്കെ അപ്പ നോക്കാം. എന്തിനാ നമ്മളിപ്പോ അതൊക്കെ ഒക്കെ ടെൻഷൻ അടിക്കണേ? ഇവനിപ്പോ ചെറുതല്ലേ, കോളേജൊന്നും ആയിട്ടില്ലല്ലോ. മോച്ചുടാ നിന്റെ അപ്പനോട് അവിടെ മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞു, ഇല്ലെങ്കിൽ എന്റെ നിന്ന് മേടിക്കും. അത് ശരി, ഇപ്പൊ ഞാനിപ്പോ എന്ത് ചെയ്തിട്ടാ? നിനക്ക് ഐസ്ക്രീം ഇല്ല. നീ ഇന്ന് സ്കൂളിൽ വന്ന് അടി ഉണ്ടാക്കിയിട്ടല്ലോ വന്നത്, അതുകൊണ്ട് നിനക്ക് ഐസ്ക്രീം ഇല്ല. മോച്ചുടാ ഇന്ന് വാ. എന്നാ ചോദിച്ചു. എന്റെ അപ്പ മുത്താണ്. എന്റെ തണുത്ത ഐസ്ക്രീമിന് കുറച്ചേരം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായേ? ഇപ്പൊ അപ്പനും മോനും ഒന്നായ. ടി വി ഓൺ ചെയ്തിട്ട് അപ്പനും മോനും അവിടെ പോയി കിടക്കാം. 2ന്റെ ഒരു അനക്കമില്ലല്ലോ.
അത് ശരി, വെറുതെ അല്ല രണ്ടിനെ അനക്കൂലാത്ത. ഇവിടെ ഇതാലേ പണി. ഇതെന്തോന്നാ ഈ നേരത്ത്? എനിക്ക് ഇറക്കി രണ്ടു. സന്ധ്യ സമയത്ത് വെള്ളത്തിൽ കിടക്കാണ്ട് രണ്ടും കണ്ട് കീറിക്കേനെ. അവനെല്ലാം പനിയും പിടിക്കും. ഒന്നാമതേ അവന് സ്കൂളിൽ പോകാൻ മടിയാ. അതിന്റെ കൂടെ ഇനി പനി വരുത്തിക്കാൻ ഇങ്ങോട്ട് കീറങ്ങാട്. അമ്മ എനിക്ക് പനിയൊന്നും വരൂല മമ്മ. Because I'm cookie. ഇങ്ങോട്ട് കീറങ്ങാട്. അമ്മ മമ്മേമ്മ. ദേ കുക്കി, എൻ്റെ നീ മേടിക്കൂട്ടോ. നീ കട കീറിക്കേ. എന്തേ ഇങ്ങനെ കിടക്കണേ? എണീക്കണില്ലേ? അല്ല, നിനക്ക് ഫ്രഷ് ആവണ്ടേ? അതിന് അല്ല, വേണമെങ്കിൽ നീ ഫ്രഷ് ആയിക്കോ, ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്നോളാം. അയ്യോ, അത് ബുദ്ധിമുട്ടാകില്ലേ? എനിക്കെന്ത് ബുദ്ധിമുട്ട്? 10 മിനിറ്റ് ഞാൻ ടൈം തരും. അതിനുള്ളിൽ ഇതിന്ന് ഇറങ്ങിയില്ലെങ്കിൽ. കുക്കി, നീ സ്കൂളിൽ കിടന്നാടി ഉണ്ടാക്കിയത് മമ്മ അറിഞ്ഞിട്ടില്ലെന്നാ തോന്നുന്നേ. അങ്ങനെ മമ്മ അറിയാണ്ടിരിക്കത്തില്ല പപ്പ. ജൂണി മമ്മി എന്തായാലും മമ്മയോട് പറഞ്ഞിട്ടുണ്ടാവും. അതാണോടാ കുക്കി, നിനക്കെന്തായാലും ഒരു പേടിയൊന്നുമില്ലാത്ത? മമ്മ വഴക്കറിയുന്നുള്ള പേടിയൊന്നുമില്ലേ? അതിന് മമ്മ എന്നെ വഴക്ക് പറയില്ലല്ലോ. മമ്മ എന്നോട് പറഞ്ഞേക്കുന്നത് ആവശ്യമില്ലാണ്ട് തല്ലുണ്ടാക്കാനും വഴക്കുണ്ടാക്കാനൊന്നും പോകരുതെന്ന്. പക്ഷെ ഞങ്ങള് ആവശ്യമില്ലാണ്ടല്ലല്ലോ തല്ലുണ്ടാക്കിയത്. അവര് നന്ദൂട്ടിനെ വീട്ടിലുണ്ടല്ലേ ഞങ്ങള് തല്ലുണ്ടാക്കിയ. പപ്പനെ വിളിച്ചോണ്ട് വാ, ഫുഡ് കഴിക്കാം. എന്റെ കുക്കിക്കൂട്ടാ, നീ അത് മേത്ത് മൊത്തം തേച്ച് വെച്ചല്ലോ. മമ്മ കഴിക്കുക. എനിക്ക് വേണ്ടടാ, നീ കഴിക്ക. എന്നെ പറ്റൂല മമ്മ കഴിക്കും. എന്തിന് കഴിക്കും മമ്മ? കുഞ്ഞുവാ കഴിക്കുക. ഈ ചെക്കൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരി. ഇത്ര നേരം അവന് ഞാനുള്ളായിരുന്നു, എന്നെ മതിയായിരുന്നു. ഇപ്പൊ അവന്റെ മമ്മേനെ കിട്ടിക്കഴിഞ്ഞപ്പോ എനിക്കിത്തിരി വേണമെന്ന് അവൻ ചോദിച്ചു നോക്കിക്കേ. അല്ലേലും മമ്മേനെ കിട്ടിക്കഴിഞ്ഞാ പിന്നെ അവന് നമ്മളെ ഒന്നും വേണ്ടല്ലോ. നീ സ്കൂളിൽ അടിയുണ്ടാക്കിയോടാ? ചെറുതായിട്ട് അടിയുണ്ടാക്കിയോളോ? നമ്മളെ ഒന്നും ആർക്കും മൈൻഡില്ല. കുക്കി വാ, നീ എങ്ങോട്ടേ ഓടുന്നേ? വന്നേ, ഡ്രസ് ഇട്ടിട്ട് പോന്നേ. അത് ശരി, ഈ പാവെടുക്കാനായിരുന്നു നീ ഓടിയത്. ഈ ഡ്രസ് ഇട്ടിട്ട് പോവാറുന്നില്ലേ? നീ എങ്ങോട്ടാന്നേ? വാടക എനിക്കെന്തോടെ നിന്റെ പാവാ? പപ്പ ഇന്നീ പാവേനെയും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നാ മതി. ഇന്ന് ഞാനും മമ്മിയോടെ കിടക്കാൻ പോണേ. ഞാനും മമ്മിയും കെട്ടിപ്പിടിച്ചിരുന്നു. ഒന്ന് പോയേ, നീ നിന്റെ റൂമിൽ പോയി കിടന്ന് ഉറങ്ങിക്കേച്ചാല് പോ. ഞാൻ പോവില്ല. പപ്പ ആണെങ്കിൽ അവിടെ പോയി കിടന്ന് ഉറങ്ങിക്കോ. ഞാൻ പോവില്ല. ഒന്ന് പോയടക്ക. കുക്കി ചെല്ല്, പോയി നിന്റെ റൂമിൽ പോയി കിടന്നേ. കുഞ്ഞു പിള്ളേരെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരു റൂമിൽ കൊണ്ടുപോയി കിടത്തി ഉറക്കാൻ പാടില്ല. അവര് പേടിക്കും. രാത്രി കോക്കാച്ചിയൊക്കെ വരും. നിന്റെ പറത്തിലായിട്ട് അതൊന്നും ഞങ്ങളങ്ങാണ്ട് നിർബന്ധിച്ചു കൊണ്ടുപോയി കിടത്തി കൂട്ടാ. നീനല്ലേ പറഞ്ഞു എനിക്ക് സ്വന്തമായിട്ടൊരു റൂം വേണം, അതിൽ കുറെ പാവയും കളിപ്പാട്ടവും അതും ഇതൊക്കെ വേണമെന്ന്. എന്നിട്ടിപ്പോ അതൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. എന്നും പറഞ്ഞ് ഞാനും ഇവിടെ കിടക്കാൻ പോണേ. അപ്പാണെങ്കിൽ അവിടെ പോയി കിടന്നു. വേണമെങ്കിൽ പപ്പടെ ആ കഥന്റെ ആ മൂലൊക്കെ പോയി കിടന്നോ. ആ പാവനെ കെട്ടിപ്പിടിച്ചോണ്ട് കിടന്നാ മതി. മമ്മേനെ ഞാൻ തരത്തില്ല പപ്പ. മമ്മയുടെ കുഞ്ഞു വാ, നമുക്ക് ഉറങ്ങാം. കുക്കി, എന്നാടാ നീ ഉറങ്ങാതെ? നിനക്കൊന്നും ഉറക്കം വന്നില്ലേ? എനിക്ക് ഉറക്കം വന്നില്ല മമ്മ. മമ്മ എനിക്കൊരു കഥ പറഞ്ഞുതരോ? നീലത്താഴ്വാരം അവിടെ കൂടിപ്പാർക്കാൻ മഞ്ഞിൻ കൊട്ടാരം, സാഗരം ഹിമസാഗരം ആഴക്കടലിൽ വർണ്ണച്ചിപ്പിക്കൂടാരം, തുടികൊട്ടി മാമഴമേഘം തിരിയിട്ടു മായികയാമം, ഇനി പോരാൻ താമസമെന്താണ്? സ്നേഹം തൊട്ടു തൊട്ടു വരുമോ? കനവിൽ മുട്ടി മുട്ടി നീ വരുമോ? I just wanna love you. ചുണ്ടിൽ തൊട്ടു തൊട്ടു നൽകാം. കനവിൽ മുട്ടി മുട്ടി ഞാൻ തനിയേ പോരാ. ചിരിമണി മുല്ലേ, ചിത്തിരമുല്ലേ, സുഖമല്ലേ സുന്ദരി മുല്ലേ, ചെല്ലനിലാവിൻ ചുംബനമേൽക്കാൻ സുഖമാണല്ലേ, ചെമ്പകമലരെ കളി പറയാതെ കരിവണ്ടേ കൊതി. ഉറങ്ങിയില്ലായിരുന്നോ? എന്നാ പറ്റിയേ? എന്നെ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് കന്ന്? ഞാൻ ആലോചിക്കായിരുന്നു.
ഈ CEO പോസ്റ്റ് അത് വേണ്ടെന്ന് വെച്ചാലോ? എന്താണ് നിനക്ക് ഇപ്പം ഇങ്ങനെയൊക്കെ തോന്നുന്നത്? എന്തോ എനിക്ക് നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലല്ലോ. കിച്ചാനെ നോക്കാനോ നമ്മുടെ കുക്കീനെ നോക്കാൻ നിങ്ങൾക്ക് വേണ്ട ഫുഡ് ഉണ്ടാക്കി തരാനോ ഒന്നിനും എനിക്ക് പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് ഒന്നുമില്ല, എനിക്കൊരു കുഴപ്പമില്ലല്ലോ. പിന്നെ എന്നാ? എന്നാലും ഇച്ചാ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ഇച്ചാൻ CEO ആയിക്കോ, ഞാൻ PA ആയിക്കോളാം. അതൊന്നും വേണ്ട. എനിക്ക് ഈ CEO പോസ്റ്റിനേക്കാളും ഈ PA പോസ്റ്റാ ഒരുപാട് ഇഷ്ടം. അതെന്താ? PA എന്ന് പറഞ്ഞാൽ എന്താ? പേഴ്സണൽ അസിസ്റ്റന്റ്. ഒരു CEO ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാവുന്നേ. എനിക്ക് നിന്റെ കാര്യം ഒന്നും ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. ഇതാവുമ്പോൾ എനിക്ക് നിന്റെ കാര്യമൊക്കെ ശ്രദ്ധിക്കാലോ. जो है समा कल हो न हो നീളും നദി മൺപാതയിൽ തുളുമ്പുന്നു പോയില്ലയോ മഴത്തുള്ളികൾ എവിടെ പോവാ? കുക്കിയുടെ അടുത്ത്. എന്നെ താടി കുറച്ച് നേരം എൻ്റെ അടുത്ത് നടന്നു പോവോ പ്ലീസ്? चाहे जो तुम्हें खुद दिल से मिलता है वो मुश्किल से ऐसा जो कोई कहीं അപ്പ ഞാൻ പപ്പയോട് പറഞ്ഞു മര്യാദ തന്നെ മമ്മീനെ വിട്ടോ. वही सबसे हंसी है ഓ, ഈ ചെക്കന് ഉറക്കത്തിനും സമ്മതിക്കില്ലല്ലോ. वो मेहरबान